ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണോ? ഇപ്പൊ എന്നെ കണ്ടിട്ട് എല്ലാവർക്കും വലിയ സന്തോഷമൊന്നും ഇല്ലെന്നൊക്കെ എനിക്കറിയാം. കാരണം എല്ലാവരുടെയും പരാതിയും പരിഭവങ്ങളും എല്ലാം എനിക്കൊരു മെസ്സേജ് ആയിട്ടും വോയിസ് കോളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഒരു സംരംഭം തുടങ്ങി, ഞങ്ങളെ എല്ലാം മറന്നു, ഞങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് ആശ്വാസമായിരുന്നു ചേച്ചി. ചേച്ചി ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോഴും ഒക്കെ മനസ്സിനൊരു ഭയങ്കര സമാധാനമായിരുന്നു. ഇപ്പം ചേച്ചിയുടെ പ്രൊഡക്റ്റും ഉൽപ്പന്നവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം, ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരാതികൾ. ആ പരാതിയെല്ലാം കണ്ടതുകൊണ്ട് ഞാൻ ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ വന്നപ്പോൾ ഒത്തിരി പേര് പിണക്കവും പരിഭവവും ഒക്കെ അറിയിച്ചു. അതിൻ്റെ അകത്തും ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ അടുക്കൽ പറഞ്ഞു. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനൊരു പരിഹാരവും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്ക പറഞ്ഞു തരാം. ഞാനിപ്പോൾ എന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്ന വീഡിയോ നിങ്ങൾ ഈ പലരും കാണാതെയും പോകുന്നുണ്ട്. ആ ഒരു വിഷയം തന്നെ വീണ്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്ന വിഷയത്തിന് എന്താണ് മാർക്കെന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ഇനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണുമെന്ന് പറയും. എന്നാലും ഞാൻ പറയണം, അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്യാൻ വെച്ചേക്കുന്ന ഫോണിലോട്ട് എനിക്ക് ഓർഡറിന് വേണ്ടിയിട്ടല്ല ഒന്നും കോള് വരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും നിങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ടാണ് എപ്പോഴും എനിക്ക് ഫോണിൻ്റെ വിളി വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകും. അതുപോലെ എടുക്കാത്തത് എൻ്റെ സാഹചര്യക്കുറവ് മൂലം എടുക്കാതെ പോയത് കൊണ്ട് ആരും പിണങ്ങുകയും പരിഭവിക്കുകയും ചെയ്യരുത്. എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടത്തുമില്ല, അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോണേ. ഞാൻ നോക്കിയിട്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരുമില്ല. 100 പേരിലെടുത്താൽ 99 പേർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ആ 90 പേരിലെ ഒരാൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ വരുന്ന പ്രശ്നം അതിൻ്റെ രീതിക്ക് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ അതും നമ്മൾ മനസ്സിലിട്ട് കൊണ്ട് നടന്നിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാക്കി രോഗാവസ്ഥയിലോട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ട് ടെൻഷൻ നമ്മൾ കുഴഞ്ഞു വീഴാനും അറ്റാക്ക് വരാനും എല്ലാമുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന, ടെൻഷൻ, ഉറക്കമില്ലായ്മ, അതൊന്നും വേണ്ടെന്നേ. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് വരുന്നത് പോലെ വരട്ടെ എന്ന് അങ്ങോട്ട് വെച്ചോണം നമ്മൾ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്നെ ഒരു ഫാമിലി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് ഞങ്ങൾ സംസാരിച്ച് അവരുടെ വോയിസ് മെസ്സേജ് കേട്ടപ്പം ഞാനൊന്ന് സംസാരിച്ചു പോയി. ദൈവമേ, 2 മണിക്കൂർ അവർ പറഞ്ഞിട്ടും അവർക്ക് തീരുന്നില്ല. അവസാനം ഞാൻ മൊബൈലും കൊണ്ട് പോയി കിടന്നിട്ടാണ് കേട്ടത്. എനിക്ക് പെടലിക്കൊക്കെ വേദന വന്നിട്ട്. അവർ ഒരു 7 വർഷം മുമ്പ് തൊട്ട് അവർ വീട് പണി തുടങ്ങിയതാണ്. വീട് പണി തുടങ്ങി തറക്കല്ലിടിയിലും കഴിഞ്ഞെന്ന് വെച്ചാൽ തറകെട്ട് തുടങ്ങിയപ്പോഴത്തേന് അമ്മ എളുപ്പം അങ്ങ് മരിച്ചു. അമ്മയ്ക്ക് ഒരുപാട് പ്രായമൊന്നും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. 59 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, സൈലന്റ് അറ്റാക്ക് ആയിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെന്ത് കാണിച്ചു, കുറച്ച് നാളത്തേന് അവർ വീട് പണി മുടങ്ങിയിട്ടു. കാരണം ഈ തറയിലാണ് ഷീറ്റ് വലിച്ചു കെട്ടിയേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് അവരെ ബോഡിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതും അവിടെ തന്നെയാണ് ദഹനം നടത്തിയതും. അത് കഴിഞ്ഞ് വീട് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞ് വീണ്ടും എത്തികെട്ട ഒരു പകുതിയോളം ആയപ്പോഴത്തേനും മോൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീടോ സ്ഥലമോ ഒന്നും പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാട്ടെ പറയാത്തെ. കാണുമ്പം ഏകദേശം അറിയാവുന്നവർക്കറിയാം, ഒരുപാട് നാളായില്ല. അത് കഴിഞ്ഞ് അവർ വളരെയധികം മാനസിക പ്രശ്നത്തിലും, അതായത് ഡോക്ടറെ പോയി കാണുകയും മാനസികമായുള്ള പ്രശ്നത്തിന് മരുന്ന് കഴിക്കുകയും ഉറക്ക ഗുളിക കഴിക്കുകയും ഒക്കെ ആശ്രയിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃശ്യമായിട്ട്, ദൈവമേ, ഞാൻ എന്നെ തന്നെ പൊക്കിയോ, ഞാൻ വലിയ ആളാണെന്ന് പറയല്ല, എൻ്റെ വീഡിയോ എല്ലാം അവർ ബായ്ക്ക് അടിച്ചു നോക്കി ഓരോന്നും ഓരോ ടെൻഷൻ വരുമ്പം കയറി കാണുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മനസ്സിനൊരാശ്വാസം കിട്ടും. കാരണം അവർക്ക് 2 പെൺമക്കളും ഒരു മോനും ഉണ്ടായിരുന്നുള്ളൂ. ആ മോനാ പോയത്. പുള്ളിക്കാരന് കാനഡയിലാന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡിന് കാനഡയിൽ ജോലിയാണ്. വർഷങ്ങളായിട്ട് ഇവരും അവിടെ ആയിരുന്നു. അവിടുന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് വന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി അവിടെ വെച്ച് മരിച്ചു, അതും ഒരു ആക്സിഡന്റിൽ. അതുകൊണ്ട് വീട് പണിയൊന്നും നടക്കാതെ ഇട്ടേക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം പെൺകൊച്ചുങ്ങൾ 2 പേരും ഉള്ളൂ, ഇവരുമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പം ചേച്ചി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിലൊരു മോൾക്ക് ഒരു 3 മാസം മുമ്പ് പറഞ്ഞു ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വീട് പണി തുടങ്ങിയ പിന്നെ ഉണ്ടായ കാര്യങ്ങളാന്ന് പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ ഒരു ഏകദേശ സ്ഥലവും അതിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം തന്നു. ഞാനായിട്ട് അതൊന്നും നോക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തില്ല. അതേപടി ഞാൻ ചേട്ടായി എടുത്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് ചേട്ടായി പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരാൾ മരിച്ചെന്ന് വെച്ചാൽ നേരായ രീതിയിൽ മരിച്ചടക്കം ചെയ്തതല്ല, ഒരു ദുർമരണം പോലെ മരിച്ചിട്ട് അടക്കം ചെയ്ത. ആ സ്ഥലത്ത് ആരെയും കയറ്റാനോ വീട് വെപ്പിക്കാനോ താമസിക്കാനോ താല്പര്യം അവർക്കില്ല. അതുകൊണ്ടുണ്ടായ അപകടങ്ങളും കാര്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളും വന്നു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും രോഗം വരുന്നതെല്ലാം അങ്ങനെയാണ്. ഒന്നുമല്ല, പല ആൾക്കാർക്കും പല വിശ്വാസങ്ങൾ, പല ധാരണകൾ. അടുപ്പിച്ചടുപ്പിച്ച് ഒരു വീട്ടിലൊരു മരണം, ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകത്തില്ലേ? അതിനെന്ത്
ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് എൻ്റെ അടുക്കൽ ചോദിച്ചായിരുന്നു. ആ ഒരു പ്രതിവിധി ഞാൻ അവർക്ക് പറഞ്ഞു. അത് വെച്ചാൽ ചേട്ടായി പറഞ്ഞ ഒരു പ്രതിവിധിയാണ്. കാരണം ചേട്ടായി 29-ാം തീയതി കയറിപ്പോകും, മകളുടെ അടുത്തോട്ട് ദുബായിക്ക് കയറിപ്പോകും, കുറേ കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നിലവിൽ ഓൾറെഡി നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 3-4 പേർക്ക് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പം അവരും ആ കൂട്ടത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ സാധനം അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് തളിച്ച് പിറക്കി ഓരോ റെഡിയാക്കി കൊടുക്കുക. അപ്പം അതിലുപരി ചേട്ടായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കൽ. അപ്പം എല്ലാവർക്കും ഇപ്പം ജോത്സ്യനെ കാണാനോ ഇത് പോയി ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. എങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇനി ചേട്ടായി ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നടത്തി തന്നിട്ട് പോകാനുള്ള ടൈമില്ല. അതുകൊണ്ടും കൂടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. പുള്ളി പോയിട്ട് തിരിച്ചു വരുന്നോടം വരെ നിങ്ങൾക്കൊന്ന് ആശ്വാസത്തിന്. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കറിയാവില്ല കറുവ, നമ്മൾ കറുവപ്പട്ടയുടെ തൊലിയൊക്കെ സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് വണ്ണം കുറയാൻ ഉപയോഗിക്കുന്നുണ്ട്, മസാലയായിട്ട് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറുവയുടെ തൊലി മാറ്റി അതിൻ്റെ എസൻസ് എടുക്കുന്നുണ്ട്, ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും നടാം. ഒരു കറുവത്തൈ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നേരെ വീടിൻ്റെ ഫ്രണ്ടിലല്ല കേട്ടോ കറുവ വെക്കേണ്ടത്. ഫ്രണ്ടിൽ വെച്ചാലും നല്ലതാണ്. എപ്പോഴും എവിടെയാണ് വെക്കണത്? തെക്ക് വശം. നമ്മൾ പറയില്ലേ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. തെക്ക് വടം നമ്മളെ ദഹിപ്പിക്കുന്ന, അതായത് ബോഡി അടക്കുന്ന സ്ഥലത്ത് ഈ കറുവയൊരെണ്ണം നമ്മളൊരു സൈഡ്, ഒരു മൂല സൈഡ്, അതായത് കിഴക്കിൻ്റെയും തെക്കിൻ്റെയും കൂടെ കോർണർ കൂടുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു കറുവയുടെ തൈ കൊണ്ടുവന്ന് വെക്കുക. അത് ഉണങ്ങിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അതൊരാൾ പൊക്കമായി കഴിയുമ്പം പിന്നെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അവരോട് ഞാൻ പറഞ്ഞു, ഒരാൾ പൊക്കമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ വീട് പണിത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ അവരുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ സമ്മതിച്ചിട്ടില്ല, എന്നെ കാണാൻ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തെക്ക് വശത്ത് വെക്കുന്നത് കൂടാതെ നിങ്ങളുടെ വീടിൻ്റെ, അതായത് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ, ചില വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് വരുന്നുണ്ട്, തെക്ക് വരുന്നുണ്ട്, വടക്ക് വരുന്നുണ്ട്, കിഴക്ക് വരുന്നുണ്ട്. എപ്പോഴും വീടിൻ്റെ ദർശനവും നമ്മുടെ അടുക്കള എന്ന് വെച്ചാൽ കഞ്ഞി വെച്ച് നമ്മൾ കിഴക്കോട്ട് വേണം അരി വാർത്തിടാനായിട്ട്. എപ്പോഴും നമുക്ക് അടുക്കളയുടെ ദർശനവും കിഴക്കോട്ടായിരിക്കണം. കിഴക്ക് വശത്തും ഇതൊരു തൈ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴെല്ലാവർക്കും ഇൻ്റർലോക്കും കാര്യങ്ങളും ഒക്കെയാ. ആയിക്കോട്ടേന്നേ ഒരു ഇൻ്റർലോക്ക് അങ്ങ് പൊക്കുക, ഒരു അത്യാവശ്യം ഒരു വലിയൊരു ചെടിച്ചട്ടി, അത് മൺചട്ടിക്കകത്ത് ആദ്യമേ ഇതങ്ങ് വെക്കുക. ഇതിന് തടി വണ്ണം വെക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മൺചട്ടി അങ്ങ് പൊട്ടിപ്പൊയ്ക്കോളും. അല്ലാതെ മറ്റുള്ളതിൻ്റെ അകത്തൊന്നും വെക്കരുത്. അപ്പോൾ ഈ കിഴക്ക് നിങ്ങളുടെ വീടിൻ്റെ ദർശനം, വാതിൽ ദർശനം എവിടെയോ അവിടെ ഒരെണ്ണം വെച്ചോ. ഒരു ദർശശക്തിയും നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും തടസ്സമായിട്ട് നിൽക്കുന്ന ആ തടസ്സം നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. ഇത് ഉറപ്പാണ്. കറുവയുടെ ഇഷ്ടം പോലെ എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നവർക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട, കൊറിയർ ചാർജ് മാത്രം അയച്ചു തന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ഇതേ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലുള്ള കുറേ ടിപ്പുകൾ കഴിഞ്ഞ ഒരു 10-12-13 ദിവസത്തോളം ഞാൻ ചേട്ടായിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ടിപ്പുകൾ ചേട്ടായി പുറത്തോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ എഴുതി കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോയിൽ നിങ്ങൾക്കിവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യുമ്പം എൻ്റെ ഈ സംരംഭത്തിൽ കയറി നിങ്ങളും ഓർഡർ ചെയ്യാനും എല്ലാവിധ അച്ചാറുകളും, അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണയും, ബേബി ഓയിലും, ബേബി ഹെയർ ഓയിലും, അതുപോലെ കുഴമ്പുകളും, ഇടിയച്ചാറും, എല്ലാ സാധനവും സൂപ്പർ ഫുഡും എല്ലാം ഉണ്ട്. അത് ഓർഡർ ചെയ്യേണ്ട നമ്പർ, ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുവോ നോർമൽ കോൾ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. 3-ാം പക്കം നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.